തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ച PV അൻവർ MLA അല്പസമയത്തിനകം സ്പീക്കർ AN ഷംസീറിനെ കാണും തിരുവനന്തപുരത്ത്. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ച് കത്ത് നൽകുമെന്നാണ് സൂചന. അതേസമയം PV അൻവർ രാജിവെച്ചാലും ഒരു ചലനവും സംസ്ഥാനത്ത് ഉണ്ടാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. PV അൻവർ നേരത്തെ തന്നെ UDFിൻ്റെ ഭാഗമെന്നും MV ഗോവിന്ദൻ. ഒരു ചലനവും കേരളത്തിലുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അൻവറിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രശ്നമില്ല. അദ്ദേഹം എവിടെയൊക്കെയാണ് പോകുന്നതെന്നും പറയാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോന്ന് സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, അവസാനം അവിടെ എത്തുക UDFിലാണ്, വേറെ ഒന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഷെബീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെബീദ്, യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദിശാബോധത്തിന് എന്താ സംഭവിക്കുന്നത് അറിയില്ല. അദ്ദേഹം ഓരോ സ്ഥലത്ത് പോകുന്നതായി പ്രതീക്ഷയുണ്ടാക്കും, പിന്നീട് അതിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ മറ്റവർ പിന്മാറും. അങ്ങനെ അവസാനം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ എത്തി എന്ന് നമുക്ക് വിശ്വസിക്കാമോ? അക്കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം തൃണമൂൽ കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പാർട്ടിയുടെ കോർഡിനേറ്റർ അതാണ് PV അൻവറിന്റെ ചുമതല എന്നുള്ള കാര്യം തൃണമൂൽ കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായി അറിയിച്ചു. മാത്രമല്ല അത് അൻവറിനെ സംബന്ധിച്ച ഒരു അടക്കൽ കൂടിയാണ്. കാരണം അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ, അംഗത്വത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വതന്ത്ര MLA എന്ന രീതിയിൽ നിയമസഭാ അംഗത്വത്തിൽ തുടരുന്നത് അത് വലിയ തരത്തിൽ നിയമക്കുരുക്കുകൾക്ക് വഴിവെക്കും. മാത്രമല്ല അയോഗ്യത നീക്കം അടക്കമുള്ള കാര്യങ്ങൾ പരാതിയായി സ്പീക്കർക്ക് മുൻപിലേക്ക് എത്തിയാൽ അയോഗ്യനാക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം PV അൻവറിന്റെ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. നേരത്തെ അൻവർ ഈ വിവാദങ്ങളുടെയൊക്കെ തുടക്കം അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ MLA ടൈം അദ്ദേഹത്തിന്റെ ഈ ടൈം അദ്ദേഹം പൂർത്തീകരിക്കുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിയിരിക്കുന്നു. ഇപ്പോൾ MLA ഹോസ്റ്റലിന് മുൻപിലാണ് നമ്മളുള്ളത്. MLA ഹോസ്റ്റലിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ PV അൻവർ പുറത്തേക്ക് വരും. 9:15 സ്പീക്കർ അദ്ദേഹത്തിന് സമയം കൊടുത്തിരിക്കുന്നത്. 9:15 സ്പീക്കർ AN ഷംസീറിനെ കണ്ട എന്തായിരിക്കും PV അൻവറിന്റെ നീക്കം എന്നുള്ള കാര്യം ശ്രദ്ധേയമാകും. ഒരുപക്ഷെ അദ്ദേഹം നിയമസഭാംഗത്വത്തിൽ നിന്ന് രാജിവെക്കാനുള്ള സാധ്യത അത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അത് അവർ ഉറപ്പിക്കാതെ പറയുന്ന ഒരു കാര്യം. അതിനുശേഷം 9:30 അദ്ദേഹം ഹോട്ടൽ ടെറസിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാജിയിലേക്ക് PV അൻവർ കടക്കുകയാണെങ്കിൽ അതിനുശേഷം സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അത് നാടകീയമായിരിക്കും. പ്രത്യേകിച്ച് UDFിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ അടക്കം സാധ്യത അത് മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായി UDFിലേക്കൊക്കെ വരുമ്പോൾ നേരത്തെയും PV അൻവർ പറഞ്ഞത് മുന്നണി വിപുലീകരണത്തിലടക്കം തന്റെ അഭിപ്രായം അത് തെരഞ്ഞെടുപ്പിനോട് അടുക്കട്ടെ അതിനുശേഷം പറയാം എന്നുള്ളതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും PV അൻവർ രാജിവെച്ചൊഴിയുകയാണെങ്കിൽ പിന്നീട് ഒരു മത്സരം നടക്കുകയാണെങ്കിൽ അത് CPMനെ സംബന്ധിച്ച് നിർണായകമാകും. പ്രത്യേകിച്ച് CPMനെ പരസ്യമായി ചലഞ്ച് ചെയ്തിട്ട് പോയ ആളാണ് PV അൻവർ. രണ്ടാമത്തെ കാര്യം ആ വിഷയത്തിൽ UDFിലെടുക്കുന്ന നീക്കങ്ങൾ UDFിലെടുക്കുന്ന മുന്നണി വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങൾ UDFിൽ ഉണ്ടാകുമോ എന്നുള്ളതും നിർണായകമായി മാറും. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അൻവറിന് മുൻപിൽ വാതിലുകൾ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചകൾ ആ വഴിക്ക് നീങ്ങുന്നുണ്ട്. PV അൻവറുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഓഫർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലും ചർച്ചകൾ സജീവമാണ്. എന്തായാലും വളരെ കുറച്ച് മിനിറ്റുകളിൽ മാത്രം താമസമേ ഉള്ളൂ എന്താണ് PV അൻവറിന്റെ നാടകീയമായ നീക്കം എന്നുള്ള കാര്യം അറിയാൻ. രാജി എന്നുള്ള കാര്യത്തിലേക്ക് ഏതാണ് നമുക്ക് ഉറപ്പിക്കാൻ വെക്കാൻ. കാരണം അദ്ദേഹത്തിന്റെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള രീതികൾ, അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ അത് തന്നെയാണ് വിളിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം ആദ്യം പോസ്റ്റ് ഇട്ടത് വാർത്താ സമ്മേളനമായിരുന്നു. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാനുണ്ട്, അതുകൊണ്ട് വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് വിളിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് വൈകിട്ടോടുകൂടിയാണ് താൻ സ്പീക്കറെ കാണാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് തന്നെ PV അൻവർ കടക്കും. ഇക്കാര്യത്തിലൊക്കെ ഇനിയും നടക്കുന്ന തുടർ നീക്കങ്ങൾ അതായിരിക്കും ഏറ്റവും നിർണായകമായി മാറാൻ പോവുക. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ UDFിന്റെ മുന്നണി വിപുലീകരണം ഒരു വശത്ത് നിൽക്കുന്നു, CPM ഈ വിഷയത്തിലെടുക്കുന്ന സ്റ്റാൻഡ് അത് മറുവശത്ത് നിൽക്കുന്നു. അങ്ങനെ അത്യന്തം പൊളിറ്റിക്കൽ ഡ്രാമ അത് നമുക്ക് ഈ നിമിഷങ്ങളിലൊക്കെ കാണാൻ കഴിയും. PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വന്ന വഴികളൊക്കെ നമുക്കറിയാം. ആദ്യം അദ്ദേഹം മുന്നണിയുമായി ഇടയുന്നു, തുടർച്ചയായിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രി അടക്കം കടന്നാക്രമിക്കുന്നു, ഒടുവിൽ ജയിൽവാസം വരെ അതുവരെയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അതൊക്കെ നാടകീയമായിരുന്നു. അങ്ങനെ ഒരു നാടകീയ നീക്കം, ഒരു ഫൈനൽ ട്വിസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ, ഒരു പൊളിറ്റിക്കൽ ട്വിസ്റ്റ് ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കിക്കാണേണ്ട കാര്യം. ഏതായാലും MLA ഹോസ്റ്റലിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ PV അൻവർ പുറത്തേക്ക് വരും. 9:15 അതാണ് സ്പീക്കർ AN ഷംസീർ PV അൻവറിന് കൊടുത്തിരിക്കുന്ന സമയം. അയോഗ്യനാക്കുമോ എന്ന ഭയം അതായിരിക്കാം ഒരുപക്ഷെ അൻവറിനെ കൊണ്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ട് ആലോചിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഓക്കെ, താങ്ക് യു. ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിൽ എത്തിയ PV അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രസക്തി അദ്ദേഹത്തിന് തുടക്കത്തിലുണ്ടായിരുന്നതിൽ നിന്ന് ഒരു വളരെ കുറവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തൃണമൂൽ പ്രവേശത്തിൻ്റെ വാർത്തകൾ വരുന്നത്. ഏറ്റവും
പുതിയ നീക്കങ്ങളിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? SKN കഴിഞ്ഞ കുറച്ചു നാളുകളായി PV അൻവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. ദേശീയ പാർട്ടികൾ അടക്കമുള്ള അതിൻ്റെ നേതാക്കളെ അടക്കം PV അൻവർ നേരത്തെ തന്നെ ചർച്ച നടത്തിയിരുന്നു. ആദ്യം ശ്രമിച്ചത് DMKയുടെ ഭാഗമാകാനാണ്. PV അൻവർ രൂപീകരിച്ച പാർട്ടിക്ക് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പേരു നൽകി DMKയുടെ പേരിന് അതേ സാമ്യമുള്ള പേരു നൽകിയത് തന്നെ DMKയുടെ സഖ്യകക്ഷിയാകാം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അങ്ങനെ പിണറായിയെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും പിണറായി വിജയനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു നേതാവിനോട്, സംസ്ഥാന നേതാവിനോട് MK സ്റ്റാലിന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ DMKയുമായി യോജിച്ചു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ അടഞ്ഞത്. തുടർന്ന് ഡൽഹിയിൽ തമ്പടിച്ച് വിവിധ പാർട്ടികളുടെ നേതാക്കളുമായി ബന്ധപ്പെടാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. സമാജ്വാദി പാർട്ടിയിൽ ചേരുന്നതിനുള്ള ശ്രമം നടത്തി. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകണം എന്ന ആവശ്യം PV അൻവർ മുന്നോട്ട് വെച്ചതായി വിവരമുണ്ട്. ഇത് സംബന്ധിച്ച ചർച്ചകളൊക്കെ 20-ാം തീയതിക്ക് ശേഷം നടത്താമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ചില നേതാക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി കൂടിയായ ജോ ആൻ്റണിക്ക് ഈ PV അൻവർ സമാജ്വാദി പാർട്ടിയിലേക്ക് വരുന്നതിനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ സമാജ്വാദി പാർട്ടി UDFനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു കക്ഷി കൂടിയാണ്. പക്ഷേ PV അൻവറിൻ്റെ സമാജ്വാദി പാർട്ടിയിലേക്കുള്ള സാധ്യതകളെ സംബന്ധിച്ചും അതിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ചുമൊക്കെ ഒരു വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ്. ഇതിനിടെ തൃണമൂൽ നേതൃത്വവുമായി കൊൽക്കത്തയിൽ ചർച്ച നടത്തുകയും തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി, മമതാ ബാനർജിയുടെ അനന്തരവൻ കൂടിയാണ് അഭിഷേക് ബാനർജിയുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുന്നതിനുള്ള തീരുമാനം PV അൻവർ കൈക്കൊണ്ടത്. കൊൽക്കത്തയിൽ വെച്ച് തന്നെ ഔദ്യോഗികമായി അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ഇതിന് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്ന സുഷ്മിത ദേവിന് കേരളത്തിൻ്റെ ചുമതല ഇനിയിപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രൂപീകരിക്കുമ്പോൾ, തൃണമൂൽ കോൺഗ്രസ് ആദ്യമായല്ല കേരളത്തിൽ രൂപീകരിക്കുന്നത്. നേരത്തെ ജോസ് കുറ്റ്യാനിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം ഉണ്ടായിരുന്നു. പക്ഷേ അത് സജീവമായി മുന്നോട്ട് പോയില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ PV അൻവർ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകവുമായി രംഗത്ത് വരുന്നത്. രാജ്യസഭാ സീറ്റ് അടക്കമുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടോ എന്നത് വ്യക്തമല്ല. കാരണം ഇപ്പോൾ അല്പസമയത്തിനകം PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെക്കുകയാണ്. അങ്ങനെ രാജിവെക്കുകയാണെങ്കിൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും PV അൻവർ മത്സരിക്കുമോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ UDF PV അൻവറിനെ പിന്തുണയ്ക്കുമോ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പിന്നീട് ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ PV അൻവർ ഏതായാലും രാജിവെക്കുകയാണ് MLA സ്ഥാനം. കാരണം ഒരു സ്വതന്ത്രനായി ജയിച്ചതിനു ശേഷം പിന്നീട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നാൽ അത് ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ പ്രകാരം പാർലമെൻറ്റ് അംഗമായാലും നിയമസഭാംഗമായാലും അയോഗ്യതയ്ക്ക് കാരണമാകും. നേരത്തെ 2001-ൽ MA വാഹിദ് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ചതാണ്. പിന്നീട് കോൺഗ്രസിലേക്ക് ചേരുമെന്ന പ്രഖ്യാപനം വാഹിദ് നടത്തി. അത് അയോഗ്യതയുടെ പടിവാതിൽക്കൽ വരെ എത്തിയതാണ്. പക്ഷേ വാഹിദ് ഔദ്യോഗികമായി താൻ കോൺഗ്രസിൽ ചേർന്നിട്ടില്ല എന്ന് സ്പീക്കർക്ക് എഴുതി കൊടുത്താണ് അന്ന് ഈ കൂറുമാറ്റ നിരോധന നിയമം വാഹിദ് മറികടന്നത്. ഇത്തവണ ഈ PV അൻവറിൻ്റെ കാര്യത്തിൽ അത്തരമൊരു വിഷയത്തിലേക്ക് പോകാതെ തന്നെ PV അൻവർ സ്പീക്കർക്ക് രാജിക്കത്ത് അല്പസമയത്തിനകം കൈമാറുകയാണ്. നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയാണ്. 1982 ശേഷം CPIM വിജയിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ 2016-ലാണ് ആ മണ്ഡലത്തെ ഇടതു പാളയത്തിലേക്ക് PV അൻവറിലൂടെ CPIM എത്തിച്ചത്. 2016-ലും 2021-ലും PV അൻവർ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചിരുന്നു. ആദ്യം 11,000-ൽ പരം വോട്ടുകൾക്കാണ് ആര്യാടൻ ഷൗക്കത്തിനെ 2016-ൽ പരാജയപ്പെടുത്തിയത്. 2021-ൽ DCC പ്രസിഡന്റ് VV പ്രകാശിനെ 2,000-ൽ പരം വോട്ടുകൾ എന്ന നിലയിലേക്ക് ആ ഭൂരിപക്ഷം ചുരുങ്ങിയിരുന്നു. പക്ഷേ മണ്ഡലം ഇടതു പാളയത്തിൽ തന്നെ നിലനിർത്തുകയാണ് PV അൻവർ ചെയ്തത്. PV അൻവർ ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം സ്പീക്കർ ഷംസീറിന് രാജിക്കത്ത് കൈമാറുകയും ചെയ്യും. SKN. താങ്ക് യു ദിലീപ് കുമാർ. എന്നാലും PV അൻവറിൻ്റെ പത്രസമ്മേളനം 9:30-ക്ക് ശേഷം സ്പീക്കറെ കണ്ടതിന് ശേഷം ഉണ്ടാകുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ബ്യൂറോ റിപ്പോർട്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തോടെ അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപനം ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അണികൾ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ അദ്ദേഹം രാജി പ്രഖ്യാപിക്കാൻ തന്നെയാണ് ഈ മാധ്യമ സമ്മേളനം നടത്തുന്നത് എന്നാണ്